ഇങ്ങനെയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് കൊണ്ടുവരാൻ നിശ്ചയിച്ചപ്പോൾ താങ്കൾ ഇത് വിജയിക്കുമെന്ന് ആദ്യമേ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ വന്നപ്പോൾ താങ്കൾക്ക് ധാരാളം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നില്ലേ? അതായത് ഓൾറെഡി സാറിന് അറിയാലോ, 25 വർഷം കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പഠിച്ചൊരു പാഠമാണ് ബിസിനസ് ലൈക്ക് ആസ് എ ബോക്സിംഗ് എന്ന് പറയാം, ആസ് എ ഗെയിം അല്ലേ. ഇതൊരു ഗെയിമാണ്, അതോടൊപ്പം ഇതൊരു ബോക്സിങ് പോലെയാണ്, കിട്ടുകയും ചെയ്യും. അതായത് ഇടത്തെ കൈയോട് തടുക്കുകയും വേണം, വലത്തെ കൊണ്ട് കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ പ്രതിസന്ധികൾ വന്നപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തളർന്നില്ല. അപ്പൊ അതില് നമ്മളെ ഭാഗം ജെന്യൂനായതിന്റെ പേരിൽ തന്നെ നമ്മൾ തളരാതെ തന്നെ പിടിച്ചു നിന്നു. അപ്പൊ അതിന്റെ ഒരു വിജയക്കൊടി പാറിക്കുന്ന ദിവസം കൂടിയിട്ടാണ് ഇന്ന്. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊജക്റ്റിനെ സംശയദൃഷ്ടിയോടെ കണ്ടിരുന്ന ഒരാൾ ഇന്ന് ഇവിടെ എത്തിയെന്ന് പറഞ്ഞ സാറിന് ഉദ്ദേശിച്ച് വളരെ സന്തോഷമുണ്ട്. അതായത് ഞാൻ ഇവിടെ വരുമ്പോ ആദ്യം ഇതിനെപ്പറ്റി പഠിക്കുമ്പോ ആട്, മാട്, തേക്ക്, മാഞ്ചിയം, അതാണ് കേരളം. കാരണം അതിൽ പെട്ട് ധാരാളം വഞ്ചിക്കപ്പെട്ട സമയത്ത് ഒരു ചന്ദന പ്രോജക്റ്റുമായി വന്ന് ആളുകളെ പറ്റിക്കാൻ വന്ന ഒരാളാണ് എന്ന് താങ്കൾ എന്നുള്ള ധാരണ തന്നെയാണ് ഞാൻ നീങ്ങിയത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആളല്ല. പഠിച്ച് കൃത്യമായി ഇറങ്ങി അതിൻ്റെ അടിത്തട്ട് വരെ പോയി മനസ്സിലാക്കിയിട്ടാണ് അതിനെ എതിർക്കാറുള്ളത്. അപ്പം അങ്ങനെയാണ് താങ്കളിലേക്ക് എത്തിപ്പെടുന്നതും. ഈ പ്രോജക്റ്റ് സാധാരണ പ്രോജക്റ്റ് അല്ലാന്നും 18,000 കോടീശ്വരം അല്ലേ, 28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല താങ്കൾ വെറും ഇവിടെ വന്നിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങുകയല്ല ചെയ്യുന്നത്, അടിസ്ഥാനപരമായി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായി പറയാൻ മതി. ഇപ്പോൾ പ്രേക്ഷകർക്ക് വളരെ സന്തോഷമായിരിക്കും, കാരണം താങ്കൾ വിജയിക്കുന്ന സമയത്ത് എന്താണ് താങ്കളുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്? ഓക്കെ,